പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും വീഡിയോ നമ്മൾ പുതിയ ബസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയാം, ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈക്ക് അടിക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമുക്ക് കറക്റ്റ് പോവാണ്ട് തിരിച്ചു പോയാൽ വീട്ടടിക്കാൻ മുട്ടയാണ് വണ്ടിൻ്റെ വണ്ടിട്ട് പോകുന്നുള്ളൂ. അയ്യോ ഗായ്സ്, ജസ്റ്റ് ഒന്ന് സൈഡ് മുട്ടിയിട്ടുണ്ട്. എന്തോ പോയിട്ട് മുട്ടിയിട്ടുണ്ട്. റോങ് വേ കൂടെയാണ് പോകുന്നത്. ഇതിലോട്ട് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ആൾക്കാരെ കൂട്ടിക്കൊന്നും അറിയില്ല. ഇതിലോട്ടൊക്കെ വന്നിക്ക ഇതെല്ലാമോ ബസ് പാട്ട് വെക്കാൻ കഴിയൂടെ? സ്റ്റോറേജ് എടേ പോടാ. ആരുടെ ഇടങ്ങാറൊക്കെ മണി പാട്ടിനെ പറ്റിയിട്ട് നമുക്കുണ്ട്. ഓക്കെ ബൈ ബൈ ഗൈസ്. വണ്ടി ഓഫാക്കിയിട്ടാണ് ഇത്ര സ്പീഡിൽ പോയാൽ. ആൾക്കാരുണ്ട് ഇത്ര സ്പീഡിൽ പോയാൽ. വണ്ടിൻ്റെ ലൈറ്റ് തട്ടില്ല, എവിടെയോ പോയിട്ട് തട്ടി ചെറിയ മുട്ടിയുണ്ടായിരുന്നു. ഗേറ്റ് എടുക്കുന്നതായിട്ട് മുമ്പ് അറ്റ വീടിലങ്ങോട്ട് ഇടുക. ഉയ്യോ, ആ ലോറിക്കാരനെ കൊണ്ട് ഇപ്പം മറിയും പൈസ. വണ്ടി ലൈറ്റ് ഒന്നുമില്ല, ആകെ ഈ രണ്ട് സെറ്റപ്പ് ഉള്ളു. നമ്മൾ കറങ്ങിട്ട് നീ പറയുന്ന കള്ളക്കണം. ഈ വണ്ടിയിൽ പാട്ടൊന്നും വെക്കാൻ കഴിയില്ല. ടൂറിസ്റ്റ് ബസ്സിലെ പാട്ട് വെക്കാൻ കഴിയും. ഉയ്യോ, ഫുട്പാത്തിൽ കൂടെ കയറിപ്പോയി. എൻ്റെ മോനെ, ആ പള്ളി ഇടിച്ചിട്ട് അല്ലാ, സ്കൂട്ടർ ആരെ ഇടിച്ചിട്ടടാ, അറിയാണ്ടൊന്ന് മുട്ടി. വയസ്സ് ഇതെന്താ ഇവിടെയൊക്കെ നിർത്താം നമുക്ക്. ഇവിടെ വണ്ടി ഒന്ന് നിർത്താം. റോഡ് മേലുള്ള അയ്യോ ഓവർടേക്കാന്ന് നോക്കാം. അല്ല, ബസ് മുട്ടിയടാ. ബസ് മുട്ടി. അയ്യോ, ഇതെങ്ങോട്ടേക്കാ വരുന്നേ? ബെസ്റ്റ് കാലം. നമുക്ക് ആ പെണ്ണിന് എന്തെങ്കിലും പറ്റിക്കോ നോക്കാം. വീണിട്ടുണ്ട്. ഓടി കഴിച്ചു. എന്താ ഈ ബസ്സിൻ്റെ രണ്ടും കുടുങ്ങിപ്പോയി. അപ്പുറത്ത് കൂടെ പോയേക്കാം. ബാക്കി വണ്ടി കുടുങ്ങി. ആ നോക്കാം. തനിയെ ബാക്കോട്ട് ഇറങ്ങി പോകുന്നു. ലൈക്ക് അടിക്കാൻ മറന്നിട്ടില്ലല്ലോ. സബ്സ്ക്രൈബ് ഷെയറും എല്ലാം ചെയ്യണമെങ്കിൽ. പെണ്ണിക്കെന്തെങ്കിലും പറ്റിയെന്ന് നോക്കട്ടെ. ചെറുങ്ങനെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ മുറിവുണ്ട്. പോലീസ് ഇവിടെ ഗായ്സ് എൻവീഡിൻ്റെ ഐസാടാ. നോക്കാൻ പൈസ സ്പീഡിൽ പോയേക്കാം. എൻവീഡിൻ്റെ ആളാ. എൻവീഡിൻ്റെ ആളാ. ഓടി രക്ഷപ്പെട്ടോ. നമുക്ക് നമ്മളെല്ലാം പറഞ്ഞ രീതിയിലൊന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം. നമ്മൾ ബസ് എടുക്കും. വീണ്ടും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
മോനെ ആടെ ഒരു ബോർഡ് ഉണ്ടേനും ഗൈസ്. അത് വളവ് ആടെ ഒരു ബോർഡ് ഉണ്ടേനും അത് അറിയാണ്ട് കുത്തിപ്പോയി. ബസ് എന്തോ വന്നിട്ട് നോക്കിയതാ അന്നേരം ഇടിച്ച സൂക്ഷിച്ചോടിക്കാം. ഈ കൊക്കയാണ് അപ്പുറത്ത്. മോനെ ബ്രേക്ക് ഒന്നുമില്ലേ? നമ്മൾ 1 ഹാൻഡ് കൊണ്ടാണ് ഓടിക്കുന്നത്. സ്കിഡേക്ക് ചെറുങ്ങനെ ഇതെല്ലാമോ വണ്ടിൻ്റെ സ്പീഡ് കൊണ്ടാ. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വളക്കം മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ എവിടെയെങ്കിലും പോയിട്ട് കുത്തു. ആ കാരണം നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആക്സിലേറ്റർ ഇടുന്ന അയ്യോ ഗൈസ് കാറുകാരൻ മറന്നു. കാറാരെ പോയോന്നും പറന്നുപോയി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ബൈക്കാരനൊന്നും പറ്റിയിട്ടില്ല. കാറുകാരനും കണക്കാണ് പറ്റിയ പോസ്റ്റിന് ഇടിച്ച് കിട്ടിയിട്ടുണ്ട്. ഏത് സ്ഥലം എന്ന് പോലും എനിക്കറിയില്ല. കാറ് ഒരു തീരുമാനമായിട്ടുണ്ട്. കാറിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ വണ്ടിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റീനോന്ന് പോലും അറിയില്ല. ബസ് ആക്സിഡൻ്റായി പോയി. ബസ്സും കാരണം എന്നാലും ഇജാതി പറത്തേനാ പറഞ്ഞ നല്ല സ്പീഡിൽ വന്നിട്ടാണ് പറഞ്ഞത്. എന്ത് ഇനി പോവാ ഗൈസ് നോക്കാം. എൻ്റെ ബസ് ബാക്ക് കുടുങ്ങി. ആ വണ്ടിൻ്റെ തെറിച്ചു പോയതിൻ്റെ ഫോഴ്സും എൻ്റെ വണ്ടിൻ്റെ ഫോഴ്സും കിട്ടിയിട്ട് ഇവിടെ കുടുങ്ങിപ്പോയി. അടിയൊക്കെ നല്ലോണം തട്ടിയെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇപ്പോഴത്തെ നമ്മളെ പോലത്തെ വ്ളോഗർ നമ്മളെ വണ്ടി തട്ടിക്കുടുങ്ങിയിട്ടുള്ള അസ്സലാമലൈക്കും. കൊടുക്കുക സൈഡ് കൊടുക്കുക എല്ലാവർക്കും. അതാ മോനെ ഈ ബസ് എന്താ ഇവിടെ? ബസ്സും കൂടി കാറും കൂടി ഇനി എന്താ പൈസ കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യാനാ? ഹാൻഡ് ബ്രേക്കൊക്കെ വിടാം. വണ്ടി സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നില്ല. നാളെ രാത്രി വരും ഗൈസ്. ബൈ ബൈ, സീ യു.